ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടറിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ ദേവിക്ക് അത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല. ദേവി ആകെ പാനിക്കാവുകയാണ്. തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടില്ല എന്ന് ഒരു വിഭ്രാന്തി ബാധിച്ച പോലെയൊക്കെ സംസാരിച്ച് ബോധം മറിഞ്ഞു വീഴുക. അപ്പോൾ ഡോക്ടർ ദേവിയെ വിളിക്കുകയാണ് കേട്ടോ. ദേവി, ശ്രീദേവി കണ്ണു തുറക്കുക എന്നും പറഞ്ഞിട്ട് കേട്ടോ. ബോധം വന്നു കഴിഞ്ഞ ദേവി ഒന്നിനോടും പ്രതികരിക്കാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ചലനമറ്റൊരു പാവയെ പോലെ കിടക്കുകയാണ്. ഒന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ. ശ്രീദേവിയുടെ ബൈസ്റ്റാൻഡർ ആരെയെങ്കിലും വിളിക്കാനായിട്ട്, ശ്രീദേവിയെ സമാധാനപ്പെടുത്താനായിട്ട്. അപ്പോഴാണ് മീനുവിനെ കാണുന്നത്. മീനുവിനോട് ചോദിക്കും, ശ്രീദേവിയുടെ ബൈസ്റ്റാൻഡർ അല്ലേന്ന്. അത് കേൾക്കുമ്പോൾ മീനു അതേന്ന് പറയുമ്പം നേഴ്സ് പറയും, ആ കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഉൾക്കൊള്ളാനാവാതെ വല്ലാതെ വയലൻ്റ് ആവുക. നിങ്ങൾ ആരെങ്കിലും കയറി ആ കുട്ടിയെ ഒന്ന് സമാധാനപ്പെടുത്തണം എന്ന് പറയുകയാണേ. അത് കേൾക്കുമ്പോഴത്തേക്കും മീനു ആകെ വല്ലാതെ ആവുകയാണ് കേട്ടോ. എന്താ നിങ്ങൾ പറയുന്നത്? ദേവിയടുത്തേക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നാണോ? അതെ, നിങ്ങളൊന്ന് കയറി വരൂ. നിങ്ങൾ ആരാ ആ കുട്ടിയുടെ എന്ന് ചോദിക്കുമ്പം അനിയത്തിയെന്ന് പറയൂ കേട്ടോ. എന്നിട്ട് മീനും നേഴ്സിൻ്റെ ഒപ്പം അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ അകത്ത് ചെന്ന് കഴിയുമ്പം നമ്മുടെ ദേവി ഒരു പാവയെ പോലെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ദേവിയുടെ അടുത്തേക്ക് മീനു ചെല്ലുക. ദേവിയെടുത്തി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പം മീനുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ദേവിയുടെ കണ്ണുകൾ മീനുവിനെ നോക്കുന്നുണ്ട്. കണ്ണുകൾ കൊണ്ട് മാത്രം പ്രതികരണം നൽകുന്നുള്ളൂ. ദേവിയെടുത്തി എന്നെ നോക്കിക്കേ എന്ന് പറയുകയാണേ. എന്ത് പറഞ്ഞ് ദേവിയെ സമാധാനിപ്പിക്കണം എന്ന് പോലും അറിയാതെ മീനു ദേവിയുടെ മുന്നിൽ നിൽക്കുക. മീനുവിനെ കാണുമ്പോൾ ദേവി ചോദിക്കുന്നത്, ആനന്ദേട്ടൻ എവിടെയെന്നാ? ആനന്ദേട്ടൻ എവിടെയാ മീനു? ആനന്ദേട്ടനെ എനിക്കൊന്ന് കാണണം, ഇങ്ങോട്ടൊന്ന് വരാൻ പറയുമോ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന മീനു പറയും, ഉറപ്പായിട്ട് ഞാൻ ആനന്ദേട്ടനെ കൂട്ടിക്കൊണ്ട് വരാട്ടോ. എടുത്തി ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട, നമ്മൾക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ വിധി എന്ന് കരുതിയാൽ മതി. എടുത്ത് സമാധാനപ്പെടുക. ദേ പുറത്ത് എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയും ആനന്ദേട്ടനും ഞാനും എല്ലാവരും സമാധാനത്തോടെ ഇരിക്കേട്ടോ എന്നും പറഞ്ഞ് മീനു പുറത്തേക്ക് പോവാ. ഇതേ സമയം നമ്മുടെ ബാലനും ഗോമതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനന്ദിൻ്റെ അവസ്ഥ കാണുന്ന ഗോമതി സങ്കടം സഹിക്ക വയ്യാതെ ബാലൻ്റെ തോളത്ത് ചാരിക്കിടക്കുക. ബാലേട്ട, കണ്ടില്ലേ നമ്മുടെ മോൻ്റെ അവസ്ഥ? കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നുള്ള സത്യം അവൻ ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. അവനാകെ വിഭ്രാന്തി ബാധിച്ച പോലെ പിച്ചും പേയും ഒക്കെ പറയുന്നത് എനിക്കത് കണ്ടിട്ടാകെ സങ്കടം വരുമോ ബാലേട്ട എന്ന് പറയാം. ഏയ്, അത് പെട്ടെന്ന് കേട്ട ഷോക്ക് കൊണ്ടാ ഗോമതി. അവൻ അതിൽ നിന്ന് കരകയറും. ആ കുഞ്ഞ് അവൻ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു ല്ലേ. നമ്മൾ പോലും ആ കുഞ്ഞിൻ്റെ വിയോഗം നമുക്ക് പോലും താങ്ങാൻ കഴിയാത്തപ്പം അച്ഛൻ്റെ വേദന എത്രത്തോളം ആയിരിക്കുമെന്ന് നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നൊക്കെ ബാലൻ ചോദിക്കാം. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് ആകെ തകർന്നു പോയി. നീ കണ്ടതല്ലേ, ആ കുഞ്ഞിനു വേണ്ടി കുഞ്ഞുടുപ്പുകളും മേടിച്ച് സന്തോഷത്തോടെ ദേവിയെ കാണിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരാനിരുന്നവനാ ഈ ആശുപത്രിയിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നുള്ള ഷോക്കിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയാണ്. അവന് ഇതിൽ നിന്നൊക്കെ കരകയറും. നമ്മളെല്ലാവരും അവർക്ക് താങ്ങായിട്ട് നിൽക്കണം. താൻ എപ്പോഴും അവൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാ അവന് ധൈര്യം നൽകുക എന്നൊക്കെ ബാലൻ ഗോമതിയോട് പറയാണ് കേട്ടോ. ഇതേസമയം മീനു ഓടി വരിക. അമ്മേ എന്നും പറഞ്ഞുകൊണ്ട്. മീനുവിൻ്റെ ശബ്ദം കേൾക്കുമ്പം ഗോമതി പറയും, എന്താ മീനു, എന്താ കാര്യം? ദേവിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ദേവിയടുത്തേക്ക് ബോധം വന്നമ്മേ, ഞാൻ കയറി സംസാരിച്ചു. ആനന്ദേട്ടനെ കാണണമെന്നാ ദേവിയടുത്ത് പറയുന്നത് എന്ന് പറയുമ്പോൾ ബാലൻ പറയും, ഈ അവസ്ഥയിൽ ആനന്ദിനെ എങ്ങനെ അകത്തേക്ക് കയറ്റി വിടുക? ദേവിയടുത്തേക്ക് കാണണമെന്ന് ആഗ്രഹം പറയുമ്പോൾ നമ്മൾ പിന്നെ എന്താ അച്ഛാ ചെയ്യുക? ആനന്ദേട്ടനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ ഗോമതി പറയും, ഈ ഒരു സാഹചര്യത്തിൽ ആനന്ദിന് ദേവിയെ കണ്ടു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടുതൽ വിഷമിക്കുകയുള്ളൂ. തൽക്കാലം നമുക്ക് കയറി കാണാം ഡോക്ടറോട് ചോദിച്ചിട്ട് എന്ന് പറയണേ. അപ്പോൾ ബാലനും പറയും, നേരാ, നമുക്ക് കയറി ആദ്യം കാണാം, അതിനുശേഷം ആനന്ദ് ഒന്ന് സമാധാനപ്പെട്ടതിന് ശേഷം അവനോടും കയറി കാണാനായിട്ട് പറയാം എന്നും പറഞ്ഞ് നമ്മുടെ ബാലനും ഗോമതിയും മീനും കൂടി ദേവി കിടക്കുന്ന റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അവരെല്ലാം കാണുമ്പോഴും നമ്മുടെ ദേവി തിരക്കുന്നത് ആനന്ദിനെയാണ്. അപ്പോൾ ആനന്ദിനെയും കൂടി കാണാതെ വരുമ്പോൾ ദേവിക്ക് ഒരുപാട് സങ്കടം വരിക. അപ്പം മീനുവിനോട് ചോദിക്കും, ആനന്ദേട്ടൻ? അപ്പം മീനു പറയും, ആനന്ദേട്ടൻ പുറത്തുണ്ട് എടത്തി, ഇപ്പം ഞങ്ങൾ കയറി കാണാനായിട്ട് വന്നതാ, ആനന്ദേട്ടൻ വരൂ കേട്ടോ. എടത്തി ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട എന്ന് പറയാം. കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യം ആനന്ദേട്ടൻ അറിഞ്ഞോ മീനു എന്ന് ചോദിക്കുകയാണ്. ഏയ്, ആനന്ദേട്ടൻ അറിഞ്ഞു, അതൊക്കെ ഉൾക്കൊള്ളാൻ ആനന്ദേട്ടന് സാധിക്കും. ഏടത്തെ ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട, ഏടത്തിയുടെ ജീവന് ഒരാപത്ത് സംഭവിച്ചില്ലല്ലോ, ഇപ്പം അതാ നമുക്കെല്ലാവർക്കും വലുത് എന്ന് മീനു പറയേ. ഇത് കേൾക്കുന്ന ശ്രീദേവി പറയും, എൻ്റെ ജീവൻ എന്തിനാ ഇനി ബാക്കി വെച്ചിരിക്കുന്നത്? എൻ്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കേണ്ട മീനു എന്നും പറഞ്ഞ് കരയുക. അത് കാണുമ്പോഴത്തേക്കും ഗോമതി, മോളെ നീ എന്തൊക്കെയായി പറയാ?
ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ദേവിയാണ് ഒരു പ്രതികരണശേഷി പോലും ഇല്ലാതെ അവരെയൊക്കെ നോക്കി ഇങ്ങനെ കിടക്കാണ്. മോളെ എന്തെങ്കിലും ഒന്ന് പറ മോളെ എന്ന് ചോദിക്കാണ്. അപ്പൊ ദേവിക്ക് ഒന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ആനന്ദിനെ പ്രതീക്ഷിച്ച് കിടന്നെടുത്ത് ആനന്ദിനെയും കാണാൻ കഴിയാതപ്പം ദേവി ഒന്നും കൂടി തകർന്നു പോവുകയാണ് കേട്ടോ. മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ കുഞ്ഞെ, നമുക്ക് ആ കുഞ്ഞ് അത്രയും വിധിച്ചിട്ടുള്ളെന്ന് കരുതൂ എന്ന് പറയണേ. ബാലനും ദേവിയുടെ ആ അവസ്ഥ കാണുമ്പം ഒരുപാട് സങ്കടം വരികയാണ്. നമ്മൾ ഇനി എങ്ങനെ ഇവളെ ഇതിൽ നിന്നൊക്കെ കരകയറ്റും എന്ന് മീനുവിനോട് ഗോമതി ചോദിക്കുക. അമ്മേ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പം ദേവിയെടുത്ത് ഇവിടെ കിടക്കട്ടെ, നമുക്ക് പുറത്തേക്ക് പോകാം, അധിക സമയം ഇതിനുള്ളിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് മീനു പറയാണ് കേട്ടോ. എന്നിട്ട് മീനും ഗോമതിയും കൂടി ദേവിയോട് പറയാം, മോളെ ഞങ്ങൾ പുറത്ത് തന്നെയുണ്ട്, മോൾ ഒന്നും ഓർത്ത് സങ്കടപ്പെടരുത് കേട്ടോ, ഇങ്ങനെ ഒന്നും കരയോ പോലും ചെയ്യാതെ ഇങ്ങനെ കിടക്കല്ലേ മോളെ, അമ്മയ്ക്കിത് കാണാൻ പറ്റുന്നില്ല, നിന്റെ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കാതെ പുറത്തേക്ക് ഒഴുക്ക് എന്നൊക്കെ ഗോമതി പറയാണ് കേട്ടോ. അപ്പം മീൻ ഒരു വിധത്തിൽ ഗോമതിയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവാം. അപ്പം ബാലനും ദേവിയുടെ തലയിലൊന്ന് പതിയെ തലോടി പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. എന്നിട്ട് പുറത്ത് ചെന്ന് അവർ കരയാ. അപ്പം മീന് പറയും, അമ്മ എന്തായി കാണിച്ചത്, ദേവിയെടുത്തിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ച് കഴിഞ്ഞാൽ ദേവിയെടുത്തി അത് എന്തുമാത്രം ബാധിക്കും, തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയാ ദേവിയെടുത്തിയുടെ വേദന എത്രത്തോളമാണെന്ന് നമ്മൾ ആർക്കും കരുതാൻ പറ്റില്ല, അത്രത്തോളം തകർന്ന ദേവിയെടുത്തി കിടക്കുന്നത്. ആനന്ദേട്ടന് തന്നെ ഈ സത്യം ഉൾക്കൊള്ളാൻ കഴിയാത്തപ്പം തൻ്റെ വയറ്റിൽ താൻ വളർത്തിയ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നുള്ള സത്യം എങ്ങനെ ദേവിയെടുത്തി ഉൾക്കൊള്ളൂ അമ്മേ, നമ്മൾ വേണ്ടേ ദേവിയെടുത്തിക്ക് കരുത്ത് നൽകാൻ എന്ന് ചോദിക്കുമ്പോൾ ഗോമതി പറയും, എനിക്കൊന്നിനും ധൈര്യമില്ല മോളെ, എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യ, നമ്മുടെ കുടുംബത്തിൽ ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചല്ലോ, അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും ആ നാശം പിടിച്ചവൻ കാരണം നമുക്കിപ്പോൾ നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അമ്മേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ദേവിയെടുത്തിയുടെ മുന്നിൽ പോയി ഇതുപോലെ കരഞ്ഞു നിൽക്കരുത്, ധൈര്യം കൊടുക്കുക വേണ്ടത് എന്ന് മീന് വീണ്ടും ഗോമതിയോട് പറയൂട്ടോ. അത് കേൾക്കുന്ന ബാലൻ പറയും, അതെ മോള് പറയുന്നത് ശരി ഗോമതി, നീ ഇങ്ങനെ കരഞ്ഞു നിൽക്കാതെ ധൈര്യത്തോടെ വളരെ സമാധാനം ദേവിക്ക് കൊടുക്കുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ, നമ്മൾ കരഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ പോയി നിന്ന ഒന്നും കൂടി അവൾ തകർന്നു പോവുകയുള്ളൂ എന്ന് പറയണേ. ഇതേസമയം ദേവമംഗലത്ത് നമ്മുടെ അനുശ്രീ ആണെങ്കിൽ കുറ്റബോധം കൊണ്ടാകെ നീറി പുകഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അവൾ തൻ്റെ ഡ്രസ്സുകളെല്ലാം ഒരു ബാഗിലേക്ക് എടുത്ത് പാക്ക് ചെയ്യുക. ഇത് കാണുന്ന സുകന്യ ചോദിക്കും, നീ ഈ ബാഗ് എടുത്തോണ്ട് എവിടേക്ക് പോവാ അനുശ്രീ, എനിക്കിനി വീട്ടിൽ താമസിക്കേണ്ട ചേച്ചി, ഞാൻ കാരണമാ ഇപ്പം ദേവിയെടുത്തേക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്, ഈ ദുരിതങ്ങൾക്കൊക്കെ കാരണം ഞാനാ, ആനന്ദേട്ടൻ്റെ ദേവിയെടുത്തിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും, എനിക്കതിന് സാധിക്കില്ല, അവരാകെ തകർന്ന് നിൽക്കുന്നതിന് കാരണക്കാരി ആരാ, ഞാനാ, എനിക്ക് ഈ വീട്ടിലുള്ള ആരെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ഇനിയില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ, എനിക്ക് ജീവിക്കണ്ട എന്നും പറഞ്ഞ് അനു ആകെ ബഹളം വെക്കുക. ഇത് കാണുന്ന സുകന്യ പറയും, എല്ലാം നീ സ്വയം വരുത്തിക്കൂട്ടി വെച്ചതല്ലേ, ആ ആലോകം നിന്നോട് എത്ര തവണ പുറകെ നടന്ന് ചോദിച്ചതാ മാപ്പ് കൊടുക്കാൻ, അപ്പം നിനക്ക് അതിനൊന്നും സാധിക്കില്ല, ദേ ചേച്ചി അവൻ്റെ കാര്യം മിണ്ടരുത്, അവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഈ കുടുംബം ഇതുപോലെ നാശത്തിലേക്ക് പോയത്, എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കി, ഇപ്പം ദേവിയെടുത്തൊരു കുഞ്ഞിനെ ആ നാശം പിടിച്ചവൻ കൊന്നു, ഇനി അവൻ്റെ കാര്യം ചേച്ചി മിണ്ടരുത് എന്ന് സുകന്യോട് ദേഷ്യപ്പെട്ട് പറയണം. എനിക്കിനി ഇവിടെ താമസിക്കണ്ട, ഞാൻ പോവാ, എനിക്ക് അച്ഛനെ അമ്മയുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റില്ല, ഞാൻ ഒറ്റ ഒരുത്തെ ഇതിന് കാരണം എന്ന് പറഞ്ഞ് തലക്കടിക്കുക. ഇത് കാണുന്ന സുകന്യ പറയും, നീ ഇപ്പം ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യമില്ല, നീ എവിടേക്കാന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകുന്നത് എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും അനുശ്രീക്ക് ബോധം വന്ന പോലെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ, താൻ എവിടേക്ക് പോകും എന്ന് അറിയില്ലല്ലോ. അതേസമയം സുകന്യ മനസ്സ് ചിന്തിക്കുകയാണ്, നിന്നെ അങ്ങനെ ഈസി ആയിട്ട് രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല മോളെ, നിന്നെ എങ്ങനെയെങ്കിലും അലോകിൻ്റെ ഭാര്യയാക്കി കൃഷ്ണമംഗലത്തേക്ക് കയറ്റേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ്, ഞാൻ കുറേ ആഗ്രഹങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ നടത്തിയെടുക്കണമെങ്കിൽ നീ അവിടെ ചെല്ലണം എന്നൊക്കെ സുകന്യ ഇങ്ങനെ മനസ്സിൽ പറയണം കേട്ടോ. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ അനുശ്രീ ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അച്ഛനെയും അമ്മയും ഏട്ടന്മാരെയും ദേവിയെടുത്തെയും ഒന്നും മുഖത്ത് നോക്കാനുള്ള കരുത്ത് അനുശ്രീക്കില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആര്യനും അതുപോലെ ആകാശം കൂടി ആശുപത്രിയിലേക്ക് എത്തുകയാണ്. ആനന്ദിൻ്റെ തകർന്നിരിക്കുന്ന അവസ്ഥ കാണുമ്പം അവർക്കും ആകെ സങ്കടം വരിക. ഏട്ടനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ തൊട്ടടുത്ത് തന്നെ അവരും ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ധർമ്മനും ആശുപത്രി കാര്യങ്ങൾ അറിഞ്ഞ് എത്തുന്നുണ്ട്. എല്ലാവരും ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ദേവിയെ ആനന്ദിനെയും ഈ ദുരന്ത കയത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് മീനു ചിന്തിക്കുക. എന്നിട്ട് മീനു എല്ലാവരോടും പറയുന്നുണ്ട്, ഏടത്തിയെ ഡിസ്ചാർജായി നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പം ഏടത്തിക്ക് സങ്കടം തരുന്ന രീതിയിൽ ആരും സംസാരിക്കാൻ പാടില്ല, എല്ലാവരുടെ മനസ്സിൽ ദുഃഖമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കരുത്, ആനന്ദേട്ടനും ദേവിയെടുത്തിക്കും സമാധാനപരമായ ഒരു അന്തരീക്ഷം നമ്മൾ വീട്ടിലുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.